ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി അൺബോക്സിംഗ് ആണ്. ഞാൻ ഷോർട്ടിലൊരു കെട്ടായിരുന്നു. ഇത് തുറക്കേണ്ട വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൊരു എൻഡ് ഉണ്ട്. ആ എൻഡിൻ്റെ ഭാഗത്ത് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ലൈറ്റായിട്ട് പുഷ് ചെയ്താൽ മതി. അതിനുവേണ്ടി നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. ടെസ്റ്ററാണ് എടുത്തിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്നത് പോലെ ആ എൻഡിൽ വെച്ച് ഒന്ന് പുഷ് ചെയ്ത് നമ്മളത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഒരു ഭാഗത്ത് ഇളകിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഭാഗം ഇളക്കാൻ എളുപ്പമാണ്. ഇളകിയ ഭാഗത്ത് നിന്ന് ഒരൽപ്പം വലിച്ചെടുത്താൽ മതിയാവും. അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം അത് ഇളകിയിട്ടുണ്ട് ഗൈസ്. വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെയാണ് ഇളകിയിട്ടുള്ളത്. നമുക്ക് ബാറ്ററി അതിനകത്തുള്ളത് കാണാൻ സാധിക്കുന്നു. പിന്നെ ഇത് ഇളക്കുമ്പോൾ സൂക്ഷിച്ചാണ് ഇളക്കാൻ, കൈ മുറിയാൻ സാധ്യത കൂടുതലാണ്. അതിനകത്ത് 4 ലിഥിയം അയൺ ബാറ്ററി ഉള്ളതായിട്ട് കാണാൻ സാധിക്കും വീഡിയോയിൽ. അതിൻ്റെ അടുത്ത് ചേർന്നിരിക്കുന്നതാണ് BMS ബോർഡ്. ആ BMS ബോർഡാണ് ബാറ്ററി ഓവർ ചാർജ് ഡിസ്ചാർജ് ചെയ്യാനെല്ലാം സഹായിക്കുന്നത്. അതിന് ഓരോന്നായിട്ട് വലിച്ചിളക്കിയ ശേഷം കണക്ഷനെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ബാറ്ററി റെഡിയായി കഴിഞ്ഞു. വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ 4 ബാറ്ററി ഊരി എടുത്തിട്ടുണ്ട്. 4 ബാറ്ററിയിലും ഇരിക്കുന്ന ടാപ്പ് എല്ലാം കൂടി ഇളക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് 4 ലിഥിയം അയൺ ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൾട്ടിമീറ്റർ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. എത്ര വോൾട്ടേജ് ഒക്കെയാണ് കാണിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. ആദ്യം മൾട്ടിമീറ്റർ എടുക്കുക, എന്നിട്ട് അതിനെ DC 20 വോൾട്ടിലേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് ബാറ്ററി ടെസ്റ്റ് ചെയ്യാം. ആദ്യത്തെ ബാറ്ററിയിൽ 0.79 ആണ് കാണിക്കുന്നത്. ചാർജ് ഇല്ലാത്തതുകൊണ്ടാവാം. നമ്മൾ അടുത്ത ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 1.60 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഈ ബാറ്ററി എല്ലാം ഒരു 5 മിനിറ്റ് ചാർജ് ഇട്ട് കഴിഞ്ഞാൽ 3 വോൾട്ടിന് സമീപം കാണിക്കുന്നതാണ്. അടുത്ത ബാറ്ററിയിൽ 1.04 വോൾട്ടേജ് കാണിക്കുന്നുള്ളൂ. ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം ഗൈസ്. ലാസ്റ്റത്തെ ബാറ്ററിയിൽ 1.22 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ബാറ്ററിനെ ചാർജ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എടുത്ത വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്.